ഹായ് യൂൾ. അപ്പോൾ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഷൂട്ടിൻ്റെ അന്നത്തെ വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. നേരെ ഞാൻ ലെൻസ് കാർട്ടിലാണ് ആദ്യം പോയത്. എല്ലാം നമുക്ക് സമയത്താണല്ലോ തപ്പണത്. നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ ലെൻസ് ഇല്ല. അങ്ങനെ നേരെ ലെൻസ് കാർട്ടിൽ പോയി. അവിടെ നിന്ന് ലെൻസ് മേടിച്ചിട്ട് അജിത് ചേച്ചിയുടെ അടുത്ത് പോയി. ആക്ച്വലി ലെൻസ് മേടിച്ചപ്പോഴും ഷെയ്ഡ് മാറിപ്പോയി. എന്നിട്ട് ഇത്രയും വർഷമായി ഷൂട്ട് ചെയ്യണമെങ്കിൽ എനിക്ക് ലെൻസ് വെക്കാൻ അറിയത്തില്ല. അങ്ങനെ നേരെ അജിത് ചേച്ചിയുടെ അടുത്ത് പോയി. ചേച്ചി ഒരു സ്ഥലത്ത് പോകാൻ ധൃതിപ്പെട്ട് ഇരിക്കുമായിരുന്നെങ്കിലും ചേച്ചി സോപ്പിട്ട് ലെൻസ് വെച്ച് ചേച്ചി പെട്ടെന്ന് എനിക്ക് ഹെയർ കേൾ ചെയ്ത് തന്നിട്ട് ലോ പോണിയും കെട്ടിത്തന്ന്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്ന് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എക്സ്റ്റൻഷൻ വെച്ചൊരു ലുക്കിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ലൊക്കേഷനിലേക്ക് പോയി. ചേച്ചി ആക്ച്വലി എനിക്ക് സാരിയൊക്കെ ഉടുത്ത് തന്നേനെ, പക്ഷേ ചേച്ചിക്ക് തിരക്കായിരുന്നു ഒരു സ്ഥലത്ത് പോകണമെന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തന്നെ വലിച്ചു വാരിയാണ് സാരിയെല്ലാം ഉടുത്ത് പോയത്. ഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയത് മേനംകുളത്ത് സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചിലാണ്. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അടിപൊളി ബീച്ചാണെന്നെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ പോകുന്നത് വരെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. എന്തേലും ആവട്ടെ എന്ന് വെച്ച് പോയതാണ്. പക്ഷേ ചെന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അടിപൊളി സ്പോട്ട്, അടിപൊളി വൈബുള്ളൊരു ബീച്ചും ഭയങ്കര കാമായിട്ടുള്ളൊരു ബീച്ച്. അധികം റഷും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സമാധാനത്തിൽ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുക്കാമായിരുന്നു. പിന്നെ അവിടെ കുറച്ച് കഫേസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അവനും അവൻ്റെ ഫ്രണ്ട്സും വന്നിട്ടാണ് ഫോട്ടോയും വീഡിയോ എല്ലാം എടുത്തു തന്നത്. അപ്പോൾ അവൻ ഇങ്ങനെ ഓരോ സ്പോട്ട് എത്തുമ്പോഴും പറയുമായിരുന്നു അങ്ങോട്ട് നടക്ക് ഇങ്ങോട്ട് നടക്ക്, അവിടെ നിന്ന് തിരിഞ്ഞു അവിടെ നിന്ന് നടന്നു, അങ്ങനെ ഓരോന്നും പറഞ്ഞ് ചെയ്യിക്കണുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഫേ ഉണ്ട്. അപ്പോൾ കഫേ കയറിയിട്ട് കുറച്ച് ജ്യൂസോ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ എടുക്കാമെന്ന് ഓർത്ത് അങ്ങോട്ടേക്ക് കയറി. ആ കഫേയുടെ പേര് ബീച്ച് ഹിൽ കഫേ എന്നാണ്. അപ്പോൾ എന്തായാലും ടൈം പാസിന് കയറിയതല്ലേ, ഞങ്ങൾ അവിടെ നിന്ന് ബർഗറും അതുപോലെ തന്നെ ലൈം ജ്യൂസും പിന്നെ ബ്ലാക്ക് ടീ എല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഈ ബീച്ചിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഫോട്ടോഷൂട്ടിനും വീഡിയോയ്ക്കും എല്ലാം പറ്റിയ അടിപൊളി സ്പോട്ടാണ്. കാരണം ഓരോ ലൊക്കേഷനും ഓരോ സ്പോട്ടും നമുക്ക് അവിടെ നോക്കുമ്പോൾ നമ്മൾ ഫിലിമിലൊക്കെ നമ്മൾ സെറ്റ് ഇടുമല്ലോ, സോങ് ഷൂട്ടിങ്ങിനായിട്ട് സെറ്റ് ഇടുമല്ലോ, ആ ഒരു ലുക്ക് തന്നെ ആയിരുന്നു. എല്ലാം എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും അടിപൊളി ഫ്രെയിമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഞാനിവിടെ ഡെയിലി എത്ര ബ്രൈഡ്സിനെ കാണുന്നത്, മിക്കവരും ഈ സേവ് ദ ഡേറ്റ് ഷൂട്ടിനായിട്ട് എല്ലാവരും പോകുന്ന ഓരോരോ സ്ഥലങ്ങൾ തന്നെയാണ് പോകുന്നത്. ഇവിടെയൊക്കെ എന്താ ട്രൈ ചെയ്യാത്തതെന്ന് ഞാൻ വിചാരിച്ചു പോയി. ഞാൻ നിന്നപ്പോൾ തന്നെ ഒരു കപ്പിൾ അവിടെ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ട് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ ഇതുവരെയുള്ള ഒരു ബ്രൈഡ്സും അവിടെ ഫോട്ടോ എടുത്ത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ വരണ വഴിക്ക് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ ഫ്ലവേഴ്സും മേടിച്ചിട്ട് വരണം, റോസ് ഫ്ലവേഴ്സും മേടിച്ചിട്ട് വരണം. എൻ്റെ സാരിയിൽ റെഡ് കളർ റോസാ ഫ്ലവർ ആയിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ ഷൂട്ടെല്ലാം ചെയ്ത് തളർന്നിട്ട് എല്ലാം കഴിക്കുന്നതാണ് കാണുന്നത്. ഇവരെല്ലാവരും ഡയറ്റായിരുന്നു, പക്ഷേ ഞങ്ങൾ അവരെല്ലാം ഡയറ്റ് കൊളാക്കിയിട്ടുണ്ട്. പിന്നെ വീണ്ടും സിംഗിളായിട്ടുള്ള എൻ്റെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിക്കാൻ അപ്പോഴേക്കും ലൈറ്റെല്ലാം പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൻ്റെയും എൻ്റെ ഐഫോണിൽ തന്നെയാണ് മാറി മാറി എടുത്ത്, ക്യാമറകളൊന്നും അല്ലായിരുന്നു. പക്ഷേ എന്തായാലും ഔട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കുറേ പേര് പറഞ്ഞു എൻ്റെ അനിയനെ അടുത്ത് വന്നിട്ട് എല്ലാവരും പറഞ്ഞു ഇവ ഫോട്ടോഗ്രാഫർ എടുത്ത് കണക്ക് തന്നെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ കടലിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചു. കാരണം അത്രയും സമയം ഈ ലൈറ്റ് പോകുന്നതിന് മുന്നേ ഷൂട്ട് ചെയ്യണമല്ലോ എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു ധൃതിപ്പാടായിരുന്നു. അത് കഴിഞ്ഞ് ബീച്ചിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ദിലൂട്ടനെയും ജാനിക്കുട്ടി ഒരു ദിവസം കൊണ്ടുപോകണം, അവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് കളിക്കാൻ പറ്റിയ ബീച്ചാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരറിഞ്ഞു കഴിഞ്ഞാൽ അവരെ ഞാൻ വിളിച്ചതാണ്, പക്ഷേ അവർ വരുന്നില്ല എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അവരെന്തായാലും വേണമെന്ന് പറയുമല്ലോ, അപ്പോൾ ഒരു ദിവസം കൊണ്ടുപോകണമെന്നെല്ലാം പറഞ്ഞ് ഞങ്ങൾ അവിടെ തിരിച്ചു. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയാം. എനിക്ക് ഹെയർ സെറ്റ് ചെയ്തത് അജിത ചേച്ചിയാണ്. അതുപോലെ സാരി മാനസി ആർട്ടിസ്ട്രി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് മേടിച്ചതാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. ബ്ലാക്ക് ഓർഗൻസ സാരിയാണ്. ഓർഗൻസ ആണെങ്കിൽ പോലും ക്യാരി ചെയ്യാൻ ഭയങ്കര എളുപ്പവും അതുപോലെ തന്നെ കംഫർട്ടബിളും ആയിരുന്നു. അതിൽ ഹാൻഡ് പെയിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. റോസ് ഫ്ലവേഴ്സ് പോലെ ഹാൻഡ് പെയിൻറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത്. അതിലവർ ഹൈലൈറ്റ് ആയിട്ട് സീക്വൻസ് വെച്ചിട്ട് ഹൈലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.